അപ്പം നമ്മൾ ഇന്ന് വീഡിയോ കൂടെ നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിന് പറയണത്. അതിൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. എല്ലാവരും പറയാറുണ്ട് മുട്ടയുടെ ഒരു കുത്ത് അച്ചപ്പത്തിന് ഉണ്ടാവുന്നു. അപ്പോൾ അത് മാറ്റി നല്ലൊരു വെറൈറ്റി ടേസ്റ്റോട് കൂടിയുള്ള അച്ചപ്പാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് ഒരു ടിപ്പും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത നല്ല ഒരു വെറൈറ്റി അച്ചപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം നല്ല തകർച്ചയുള്ള അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരി നോക്കിയിട്ട് വാങ്ങിക്കുക. എന്നിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അത് പച്ചരി എടുത്ത് 4 മണിക്കൂർ നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുക്കാം. മില്ലിൽ ഇപ്പോൾ പൊടിക്കണ 2 കിലോനൊക്കെ ആകുമ്പോൾ മിക്സിയിൽ തന്നെ പൊടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ 2 കിലോ പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചു കൊണ്ടുവന്നുണ്ട്. നല്ല നൈസ് പൊടി എന്ന് പറഞ്ഞിട്ട് പൊടിച്ചാൽ മതി. നല്ല നൈസായിട്ട് അവർ പൊടിച്ചു തരും. ആ ഒരു പൊടിയാണ് നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ഒരു കുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ആ മുട്ടയുടെ മണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട് ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ. ഇത് നമ്മൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. നല്ല കണ്ണി അടുപ്പുള്ള അരിപ്പെടുത്ത് നമുക്കിനി അരിക്കാം. അപ്പോൾ തീരെ തരി പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അടുത്തോട് അങ്ങനെ നമുക്ക് എല്ലാ അരിപ്പൊടി നമുക്ക് അരിച്ചിട്ടെടുക്കാം. എന്നിട്ട് വേണം മാവ് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു തരിയും പെടില്ല. നല്ല നൈസ് പൊടിയായിട്ട് കിട്ടിയോളും. വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അരിപ്പയിൽ അടിഞ്ഞോളും. അപ്പം നമ്മൾ എല്ലാതും അരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടത് ഇങ്ങനെ അരിക്കുമ്പോഴാണ് ഇതുപോലത്തെ തരികൾ കിട്ടുക. അല്ലെങ്കിൽ അത് കൂട്ടത്തിൽ കൂടെ അങ്ങനെ പോവും. അപ്പോൾ ഈ തരികൾ നമുക്ക് മാറ്റാം. ഇങ്ങനെ തീരെ തരി പാടില്ല അച്ചപ്പുണ്ടാക്കുമ്പോൾ. അപ്പം നമ്മൾ ഇതൊക്കെ അരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചപ്പത്തിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 കിലോ പച്ചരിപ്പൊടിക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കണം. അതും ഇതുപോലെ അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അച്ചപ്പം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർക്കുന്നത് മൈദ. അപ്പോൾ 1 കപ്പ് മൈദയും അതുപോലെ 2 കിലോ പച്ചരി പൊടിച്ചത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയും നാളികേരപ്പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ 1 കിലോ അരിക്ക് 4 മുട്ട എന്നുള്ള കണക്കിൽ വേണം എടുക്കാനായിട്ട്. നാളികേരം വലിയ നാളികേരം 2 എണ്ണം വീതം 1 കിലോന് എടുക്കണം. എന്നാലാണ് നമ്മുടെ അച്ചപ്പം നല്ല തകർച്ചയോട് കൂടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 1 കിലോന് 2 നാളികേരവും അതുപോലെ തന്നെ 4 മുട്ടയായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ 2 കിലോ പച്ചരിപ്പൊടിക്ക് 1 കിലോന് 4 എണ്ണം വെച്ച് 8 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 8 മുട്ടയും നമുക്ക് മിക്സിയിൽ ജാറിൽ പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോഴാണ് നല്ലോണം കലങ്ങിയോളൂ. മുട്ട നല്ലോണം കലങ്ങി വരണം. അപ്പോഴാണ് അച്ചപ്പത്തിന് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. ഫ്രിഡ്ജിലത്തെ മുട്ട ഒഴിവാക്കാം. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വേണം മുട്ട എടുക്കാനായിട്ടാണ് നന്നാവുക. അപ്പം നമ്മൾ 8 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വാനില എസൻസാണ്. അത് നമുക്ക് 1 സ്പൂൺ ചേർക്കാം. അപ്പോൾ മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് നല്ലോണം അടിച്ചു കൊണ്ടുവരാം. അപ്പോഴാണ് മുട്ടയും പഞ്ചസാരയും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എത്തുള്ളൂ. മുട്ടയും പഞ്ചസാരയും കൂടി നമ്മൾ നല്ലോണം മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിന് മുന്നേ നമ്മുടെ പച്ചരിപ്പൊടിയിലേക്ക് വറുക്കാത്ത പൊടിയാണ് ഞാൻ എടുത്തുള്ളത്. വറുത്ത പൊടിയോട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വറുക്കാത്ത പൊടിയിലാണ് അച്ചപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടണത്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് നമുക്ക് ചേർക്കണം. ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ 1 നുള്ളു ഉപ്പ് ചേർക്കില്ല. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിയായിട്ടൊന്ന് യോജിപ്പിക്കുക. അത് അങ്ങോട്ട് ചേർന്നോളും. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. പച്ചരി പൊടിയായി കാരണം ഇതിൽ തന്നെ കൊണ്ടുപോകും. ഇങ്ങനെ ഒരു കുഴി കുഴിച്ച് ഇതിലേക്ക് ഇങ്ങനെ കൊണ്ട് ഒഴിക്കാം. അപ്പം നമ്മൾ 1 കിലോ പച്ചരിക്ക് 2 നാളികേരം, വലിയ നാളികേരം, അതിൻ്റെ തലപ്പാലാണ് ഞാൻ എടുത്തുള്ളത്. അധികം വെള്ളം ചേർക്കാണ്ട് തലപ്പാൽ മാത്രമായിട്ട് എടുത്തുള്ളതാണത്. തലപ്പാൽ എന്ന് പറഞ്ഞാൽ 1-ാം പാല്. അത് പിഴിഞ്ഞ് വെച്ചാൽ അതും കൂടി നമുക്ക് മാവിലേക്ക് ചേർത്ത് ഇളക്കാം. അപ്പം നമുക്ക് ഇതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചീശായിട്ട് ചേർക്കാം. എന്നാലേ ഉള്ളിലേക്ക് എത്തുള്ളൂ. നാളികേരപ്പാൽ കൂടുന്തോറും നമ്മുടെ അച്ചപ്പത്തിൻ്റെ രുചി കൂടും. ഇപ്പം ഞാൻ വലിയ നാളികേരമാണ് എടുത്തുള്ളത്. അപ്പോൾ 2 എണ്ണം എടുത്തുള്ളത്. അപ്പോൾ ഇതെല്ലാതും ആയിട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർക്കാം.
എന്നിട്ട് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അച്ചപ്പത്തിന് കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആകെ പച്ചരിയും നാളികേരവും മുട്ടയും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു നാടൻ അച്ചപ്പം തയ്യാറാക്കാം. അപ്പോൾ മുട്ടയുടെ ഒരു മണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വാനില എസൻസ് ഒരു സ്പൂൺ ചേർത്തത്. അതിൻ്റെ ഒരു കുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ചേർത്തത്. കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പാൽ ചേർത്തുണ്ട്. ഇനി നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യണം, എന്നാലേ ആ അച്ചപ്പം റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മുടെ 1-ാം പാല് തലപ്പാൽ ചേർത്ത് ഇനി നമുക്ക് 2-ാം പാല് ചേർക്കാം, എന്നാലത് ശരിയാവുള്ളൂ. കുറച്ച് നോക്കിയും കണ്ടും ചേർക്കണം കേട്ടോ, പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റേജ് മാറും. ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് ചേർക്കണം. ഇത് മതിയാവണം കണ്ടിട്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി 2-ാം പാല് ചേർത്തതും കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഈ ഒരു പാകത്ത് നമ്മൾ മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ അരച്ചിൽ വരും പഞ്ചസാര അലിയുമ്പോൾ. അങ്ങനെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. മധുരത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായ കാരണം കുറച്ച് കൂടി പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാ കട്ടകൾ ചെറിയ ചെറിയ തരികളുണ്ടാവും, അതൊക്കെ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറുത്തുള്ളി നല്ലോണം കഴുകി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അഴുക്കൊക്കെ കളറൊക്കെ കയറ്റിയ കാരണേ കഴുകിയപ്പോൾ തന്നെ അറിയാം എൻ്റെ കറുപ്പ കളർ പൂണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേർക്കാം. അപ്പം നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവ് റെഡി. എന്നിട്ട് നമുക്ക് അച്ച് റെഡിയാക്കാം. മാവ് നമുക്ക് മാറ്റി വയ്ക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഇനി ഞാൻ അച്ച് കൊണ്ടുവരാം. അച്ചിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ അച്ചപ്പത്തിൽ വെളിച്ചെണ്ണയിൽ മുക്കുമ്പോൾ അച്ചുമ്മ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. അച്ച് ഒട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അത് വരാണ്ടിരിക്കാൻ നമ്മൾ നല്ലോണം കഴുകി ശേഷം പുളിവെള്ളത്തിൽ ഇങ്ങനെ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇങ്ങനെ മുക്കി വയ്ക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് അച്ചപ്പം കിട്ടും. അതിന് ശേഷം നമ്മളിനി വെറുതെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ച് ഓക്കെ. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ ഒരു പാകം പോലെ, അധികം ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ചിട്ടായിട്ട് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ അച്ച് ഇതിൽ വെക്കണം. അച്ച് ചൂടായി വന്നതിന് ശേഷമേ നമ്മൾ അച്ചപ്പത്തിന് മാവിൽ മുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ അച്ചിൽ പിടിക്കാണ്ട് അച്ചപ്പം ഇങ്ങനെ വിട്ടുപോരുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു വലിയ പാത്രത്തിൽ നിന്ന് നമ്മൾ കലക്കി വെച്ച മാവ് ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അച്ച് മുക്കാനായിട്ട്. ഇത് അച്ച് മുക്കണ ഒരു കറക്റ്റ് വലുപ്പം, അല്ലാണ്ട് ഇതിങ്ങനെ പിടിച്ച് നമുക്ക് മുക്കാലോ. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ അച്ച് ഇതിൽ വെക്കാം. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചൂടായിക്കോളും. ഇങ്ങനെ വെച്ചാൽ അച്ചപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ നല്ലോണം ചൂടായിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു, എന്നിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ച് ഇതിൽ ഇരുന്നിട്ട് 10-30 സെക്കൻഡെങ്കിലും ഇതിലിങ്ങനെ കിടന്ന് എണ്ണയൊപ്പം തന്നെ അതും ചൂടായിട്ട് നല്ല ഇത് വരണം. എന്നിട്ട് വേണം നമ്മൾ അച്ചപ്പത്തിൻ്റെ മാവിൽ മുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾ മാവ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം വെളിച്ചെണ്ണ മൂത്തുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഒരു നുള്ള് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. കണ്ട ആയിണ്ട്. ഇനി നമുക്ക് മുക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മൂത്തുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പം ഇനി നമുക്ക് അച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ച് ഇതുപോലെ അച്ച് മുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ മാറ്റി കണ്ടങ്ങനെ ശബ്ദം കേൾക്കും, ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പോഴാണ് നമ്മുടെ മാവ് ശരിയായില്ല. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടിച്ച് വിടുക. അപ്പോഴാണ് അതിലിങ്ങനെ കുത്തുകൾ വീഴാണ്ടിരിക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചപ്പം റെഡിയായി. ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അച്ചപ്പം. ഇതിങ്ങനെ ആയിട്ട് വരുന്നതിന് ശേഷം നമുക്കിതിങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വിടിയിക്കാം. വെറുതെ ഒന്ന് തട്ടിയാൽ മതി, വിടും. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ തണ്ടി ഉരുളയുമ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് എടുത്താൽ കണ്ട. അപ്പം നമ്മുടെ അച്ചപ്പം ശരിയായി. എന്നിട്ടൊരു 2 സെക്കൻഡ് ഈ അച്ച് വെളിച്ചെണ്ണയിൽ തന്നെ കിടക്കണം. ഓയിലും തയ്യാറാക്കാം, വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. നാടൻ പലഹാരമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇതുപോലെ മുക്കുക. മുഴുവൻ മുങ്ങാൻ പാടില്ല, ജസ്റ്റ് ഇതുപോലെ മുങ്ങുക. അതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഒന്നും കൂടി ഒന്ന് അടി തട്ടിക്കുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക.
ഇത് കണ്ട, എന്നിട്ട് ഇങ്ങനെയൊന്ന് പിടിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അച്ചപ്പ് റെഡിയാവും. ഞാൻ പിന്നെ ഒരു പപ്പടക്കോലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ അച്ചപ്പത്തിൻ്റെ മറച്ചിടാനായിട്ട്. ഒരു പാകമാകുമ്പോൾ ഇതിങ്ങനെ ഇതുപോലെ മറച്ചിടണം. അപ്പോൾ അതേ അടുത്തത് വെക്കും. തീ ഇങ്ങനെ നല്ലോണം കത്തിക്കൊണ്ടിരിക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതും അങ്ങനെ മാറ്റിയിടണം. ഇത് കണ്ടത് ഏകദേശം ചുവന്നുണ്ട്. അപ്പം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അച്ചൊന്നും കൂടി വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി കിടക്കില്ല, നമുക്കിങ്ങനെ മുക്കി മുക്കി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കഴിയുമ്പോഴേക്കും ഒരെണ്ണം അങ്ങനെ ആയിക്കോളും. ഇതുപോലെ ആക്കി ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ റെഡി ആയി. ഏകദേശം പാകമായത് നമുക്ക് കണ്ടറിയാതെ എടുക്കാം. കണ്ട, നമുക്ക് ഇത് വയ്ക്കാം. എണ്ണ വാർന്നിട്ട് എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കും ചെയ്യാം. ഒരു പപ്പടക്കോലുണ്ടായാലും മതി. അതുപോലെ ഇത് മറിച്ചിടുകയും ചെയ്യണം. അപ്പം നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പാണ്. നല്ല തകർച്ച കണ്ട, ഇതേപോലെ തകർന്ന നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സുഖമായിട്ട് ഉണ്ടാക്കാം. നാളികേരം പിന്നെ മുട്ടയും പച്ചരിയും മാത്രം മതി. നമുക്ക് നല്ല ഒരു മായവും ഇല്ലാത്ത നല്ല അച്ചപ്പം വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.